കള്ളൻ കള്ളൻ ആരെങ്കിലും പിടിക്കാവനെ കള്ളൻ കള്ളൻ. അമ്മാവാ വേഗം പോ. എടാ കള്ള നിക്കണവിടെ, നിന്നെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഓലക്കയുടെ മൂടവിടെ നിക്കടാ, മാങ്ങാത്തൊലി ഇപ്പൊ കാണിച്ചരാടാ. അനന്തരവാ, വേഗം എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ പോലീസ് മാഡം താഴെ വീണ് ഒടിഞ്ഞു പോകും. പോലീസ് മാഡം വേഗം ഈ സൈഡ് കാറിലേക്ക് ചാടിക്കോ. ഒലക്കയുടെ മൂട് മാങ്ങാത്തൊലി തേങ്ങാക്കൊല. ഇവള് മുന്നിയല്ലേ നമ്മളെ വെട്ടിച്ച് കടന്നവളെ. അതിവളുടെ പാർട്ട്ണർ ഷീലയാ. ആ ഷീല കാരണം എന്റെ മേക്കപ്പ് എല്ലാം പോയി ഇമേജ് മൊത്തം ഡാമേജ് ആയി. എന്നാ പോലീസ് മാഡം ഈ കണ്ണാടിയിൽ നോക്കി മേക്കപ്പ് ഒന്ന് ശരിയാക്ക്. ഇന്ന് ലോക്കൽ ചാനലിലെ ആളുകൾ മാഡത്തിന് ഇന്റർവ്യൂ എടുക്കാൻ വരുന്നുണ്ടെന്ന്. എടാ ഒലക്കയുടെ മൂടേ, ഇന്നല്ലടാ നാളെയാ ഇന്റർവ്യൂ. പിന്നെ ഒരു കാര്യം കൂടി, ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. അതുകൊണ്ട് അടിപൊളി മേക്കപ്പ് ഒക്കെ ഇടണം. കണ്ടാലൊരു രഞ്ജിനി ഹരിദാസിന്റെ ലുക്കില്ലേ. എന്റെ പേര് ഷീല, ദേഷ്യം നല്ല ജ്വാല. ഞാൻ നിനക്ക് മേക്കപ്പ് ഇട്ട് തരാം. ഹലോ പോലീസ് മാഡം, എന്റെ പേര് പിങ്കിന്നാ. അതിനെ ഞാൻ പിങ്കി ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്നതാ. വലിയ വലിയ ഹീറോയിൻസ് പോലും ഞങ്ങളുടെ പാർലറിൽ വന്ന മേക്കപ്പ് ഇട്ട് പോവാറ്. ഈയുടെ ഒരു പടം ഇറങ്ങില്ലേ, ജില്ലൻ ചക്ക ജില്ലൻ ചക്ക. ആ പടത്തിലെ നായികയുടെ മേക്കപ്പ് ഒക്കെ ചെയ്തത് ഞാനാണ്. മേഡം ഇതൊന്ന് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ മുഖത്തിന് പറ്റിയ മേക്കപ്പ് ഞാൻ ഇട്ടു തരാം. നിങ്ങളത് കണ്ണാടിയിൽ നോക്കിക്കോ. അല്ല ഞാൻ പറഞ്ഞു വന്നതേ, ഇപ്പൊ കണ്ട ശരിക്കും ഞെട്ടി പോവുന്ന. അതെ അത് കൊള്ളാലോ, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ നിന്റെ പാർലറിൽ വന്ന് മേക്കപ്പ് ഇടാം. വെൽക്കം മാഡം ജി, വെൽക്കം. മാഡത്തിന്റെ തൊഴിലിൽ നിന്ന് ആർക്കും രക്ഷയില്ലെന്ന് പറഞ്ഞതുപോലെ എന്റെ മേക്കപ്പിൽ നിന്നും ഈ ലോകത്ത് ആർക്കും രക്ഷയില്ല. ഞാൻ വിടൂല. അതെ കൊള്ളാലോ. എന്നാ വെറുതെ സമയം കളയണ്ട, പെട്ടെന്ന് തുടങ്ങിക്കോ. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രീമാ ഞാൻ ഇടാൻ പോന്നെ. ഒരു പനിനീർ പുഷ്പം പോലെ നിങ്ങളുടെ മുഖം മറന്നു കണ്ടോ? മേഡത്തിനറിയോ, ഇത് കൃത്യമായിട്ട് അങ്ങോട്ട് പിടിക്കണെങ്കിലേ അടുത്തൊരു അരമണിക്കൂർ അനങ്ങാൻ പോലും പാടില്ല. ഓലക്കയുടെ മൂട്, അരമണിക്കൂർ എന്തിനാ? ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അത് പോരെ? എനിക്കും വേണ്ടത് അത് തന്നെയാണല്ലോ മേഡം. പോലീസ് മാഡത്തിന്റെ ഫോൺ ഇപ്പൊ ഞാൻ സൈലന്റ് മോഡിലാക്കിയിരിക്കാം. ഇന്നവരാരുടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. എന്റെ പേര് ഷീല, ശരിക്കും ഞാനൊരു ജ്വാലാമുഖിയാണ്. ഞാനെന്താടോ വായി പൊളിച്ച് നിക്കുന്നേ? പോലീസിനെ കണ്ട സല്യൂട്ട് ചെയ്യണ്ടേ? ഞാനാണ് ഇൻസ്പെക്ടർ ലീല, നിങ്ങളുടെ പോലീസ് മാഡത്തിന്റെ സീനിയറാ. നിങ്ങളുടെ പോലീസ് മാഡം ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അയ്യോ, എന്നോട് ക്ഷമിക്കണം മാഡം, ആദ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു, അതുകൊണ്ടാ. ഇവിടെ മുന്നിന്ന് പറഞ്ഞൊരു കളയി അത് കിടക്കല്ലേ. എനിക്ക് മേളിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്, അവളെ വേറെ ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. പക്ഷെ മാഡം ഞങ്ങളോട് അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. മാഡത്തിന്റെ സീനിയർ പറഞ്ഞാ നീ കേക്കില്ലെന്നുണ്ടോടാ? എന്നാ പിന്നെ മാഡത്തിന് ഇപ്പൊ തന്നെ അങ്ങ് ഫോൺ ചെയ്യേ. മാഡം ഫോൺ എടുക്കുന്നില്ലല്ലോ. മാഡം ഫോൺ എടുക്കുന്നില്ലേ? എന്നാ കമ്മീഷണർ സാർക്ക് ഫോൺ ചെയ്ത് ഞാൻ തന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, മാഡം ആത്തേക്ക് വന്നോളൂ. അമ്മാവാ, ഈ പോലീസ് വേഗം കാണാൻ വ്യത്യാസം ഉണ്ടല്ലോ. അതിന്റെ മുകളിൽ സൈറനും ഇല്ല. ഫണ്ടൂഷ് നഗർ പോലീസിന്റെ അടയാളം തെറ്റാണല്ലോ. ഓ വിഷമിക്കണ്ട, നമുക്ക് ഈ ജീപ്പ് ആരുടെയാണെന്ന് പോലീസ് മാഡത്തിനോട് ചോദിക്കാം. പോലീസ് മാഡം. എടാ ബഹദൂറേ, താൻ തന്റെ വർത്താനം ഒന്ന് നിർത്തടോ. ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത് പറഞ്ഞേക്കാം. ആദ്യം ലോക്കപ്പ് ഓപ്പൺ ചെയ്ത് മുന്നേ പുറത്തിറക്കേ. ഓക്കെ മാഡം. ചേടാ, ഈ ലോക്കപ്പിന്റെ ചാവി ഇതവിടെ പോയി. ഞാൻ ഇവിടെ ആയിരുന്നല്ലോ അത് വെച്ചായിരുന്നേ. ബഹദൂറേ, ഒരു കീ പോലും നിനക്ക് സൂക്ഷിക്കാൻ അറിയില്ലടോ.
ആദ്യം തന്നെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കണമല്ലോ. ചെല്ലേ ചെന്ന് താക്കോല് കണ്ടുപിടിക്കേ. എനിക്ക് ഇൻസ്പെക്ടറിനെ കണ്ടിട്ട് എന്തോ സംശയം തോന്നുന്നുണ്ട്. പോലീസ് മേഡം കൂടെ തിരിച്ചു വരുന്നവരെ നമ്മൾ ഇവരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം. ബഹാദൂർ അങ്കിളേ, നിങ്ങളെ ചാവി തപ്പുന്ന പോലെ ആക്ടിങ് ചെയ്യേ. അതിനൊക്കെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം. എന്താ അമ്മാവത്? പോലീസ് മേഡം ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. താൻ ഇവിടെ ഒരു ക്യാമറ ഫിക്സ് ചെയ്യ്. പോലീസ് മാഡത്തിന്റെ ഇന്റർവ്യൂ എല്ലാവരും കാണട്ടെ. അല്ല പോലീസ് മാഡം അതിനിവിടെ ഇല്ലല്ലോ. എന്ത്? പോലീസ് മാഡം ഇവിടെ ഇല്ലെന്നോ? അപ്പൊ പിന്നെ ഞങ്ങൾ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്? അതിന് പോലീസ് മാഡം ഇവിടെ ഇല്ലെങ്കിൽ എന്താടാവേ? പോലീസ് മാഡത്തിന്റെ സീനിയർ ഇൻസ്പെക്ടറായ ലീലാ മാഡം ഇവിടെ ഉണ്ടല്ലോ. എന്നാ പിന്നെ ഇവരെ ഇന്റർവ്യൂ ചെയ്യാം. ഞാനിത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. ഇങ്ങനൊരു സുവർണാവസരം എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച്. എന്റെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ തരാം. അതിനു മുമ്പ് ഞാൻ എന്റെ മേക്കപ്പിന് ഒരു ചെറിയ ടച്ചപ്പ് കൊടുത്തിട്ട് വരട്ടെ. അത്തരത്തിലുള്ള ഒരു മേക്കപ്പ് മാഡത്തിന് ഞാൻ ഇട്ടുതരാം. നിങ്ങളുടെ ഒറിജിനൽ മുഖം പുറത്തു വരും. അദ്ദേഹം പറഞ്ഞു വന്നതേ നിങ്ങളുടെ ശരിക്കുള്ള സൗന്ദര്യം പുറത്തു വരുമെന്നാ. പിന്നെ ലീല മാഡം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാണ് ആകാശത്തിന്റെ നിറം നീലയായത്? എന്ത് ചോദ്യമാണോ ഇത്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ താമസിക്കുന്ന ഭൂമിയില. ആകാശത്തിൽ താമസിക്കുന്നവരോട് എന്ന് ചോദിക്കേ. ഹലോ മേഡം ഒരു കാര്യം മറന്നു. എന്നെ മറ്റൊരു ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണെന്നല്ലേ പറഞ്ഞത്? ഒന്നും മിണ്ടാതിരിക്കോ. അവിടെ മാഡത്തിന് ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുവന്നേ. പിന്നെ വേറൊരു കാര്യം, ഞാൻ എത്ര നോക്കിട്ട് ഈ ലോക്കപ്പിന്റെ താക്കോല് കാണുന്നില്ലെന്നേ. കീ കിട്ടിയില്ലെന്നോ? എന്നാൽ ഈ പൂട്ടൊന്ന് തല്ലി പൊളിച്ചെന്നെ വേറെ എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യും. അതെ ബേദറെ, ആ പൂട്ട് തല്ലി പൊളിക്കേ. മുന്നേ പുറത്തു കൊണ്ടുവാ. പൂട്ട് പൊളിക്കാൻ പോകുന്നു. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കേ. ഇൻസ്പെക്ടർ ലീല പറയുന്നു ലോക്കപ്പിന്റെ പൂട്ട് പൊളിക്കാൻ. അല്ലല്ല, ആരും പൂട്ട് തല്ലി പൊളിക്കാൻ പോകുന്നില്ല. ബേദറെ, താക്കോല് കണ്ടുപിടിക്കോ. അല്ല ഇതെന്താ നിങ്ങളുടെ താടി ഊരിപ്പോയല്ലോ? താങ്ക് യു. ഇതാ അമ്മാവനല്ലേ? അമ്മാവാ, ശീല മുന്നേം കൊണ്ട് എസ്കേപ്പ് ആയിരിക്കുക. വേഗം നിന്ന് അവരെ പിടിക്കാം. അനന്തരവാ ഞാൻ വരുവാ. ഇല്ല, ഞാൻ പോവാ. ഒലക്കയുടെ മൂട് മാങ്ങ തൊലി. എന്താ ശബ്ദം? ഭൂകമ്പം വല്ലതും ഉണ്ടായതാണോ? ഓലക്കയുടെ മൂട് ആർക്കടാ അത്രയ്ക്ക് ധൈര്യം? ആരാ പോലീസ് ജീപ്പിൽ വന്നിടിച്ചത്? ഞാനാണ് ഇൻസ്പെക്ടർ ലീല. പോലീസ് മാഡം, ഇത് ഇൻസ്പെക്ടർ ഒന്നുമല്ല, ഇതൊരു കള്ളനാണ്. ശീല. ബഹദൂറേ, വണ്ടി എടുക്കടാ. അയ്യോ പോലീസ് മാഡത്തിന്റെ പ്രേതം വന്നേക്കുന്നേ. ഇത് പ്രേതം ഭൂതമൊന്നും അല്ല, ഇത് പോലീസ് തന്നെയാ. നീ വണ്ടി എടുക്കടാ ബഹദൂറേ. അവൾമാരെ ഫോളോ ചെയ്. ബഹദൂറെ, ഒന്ന് വേഗം വിടറോ. അയ്യോ പ്രേതം. അനന്തരവാ, വേഗം എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകും. അവർ ഷോർട്ട് കട്ടിൽ പിടിക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് അമ്മാവാ. പോലീസ് മാഡം, മുന്നേ ശല്യം കൂടെ നിങ്ങളുടെ മുഖം എങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് നോക്കി. അയ്യോ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? പൊന്നു പോലെ ഉണ്ടായിരുന്ന എന്റെ മുഖം ഇപ്പൊ ചാണകം പോലായി. അവളുമാരെ ഞാൻ വെറുതെ വിടില്ല.
ഇതാ പിടിച്ചോളൂ പോലീസ് മാഡം. 2 കള്ളന്മാരും നിങ്ങളുടെ പിടിയിലായി. നിന്റെ ഐഡിയ കൊള്ളാമല്ലോ അനന്തരവാ. ഇനി ജയിലിൽ ചെന്നിട്ട് ഷീല മുന്നിക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്ക. എന്നിട്ട് മുന്നി ഷീലെ ഇന്റർവ്യൂ എടുത്താ മതിട്ടാ. ഉപ്പ് തിന്നാവും വെള്ളം കുടിച്ചല്ലേ പറ്റൂ, അല്ലേ അമ്മാവാ? അതെ അനന്തരവാ.